ബംഗ്ലാദേശിൽ ഹിന്ദു കുടുംബം വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ റാഗ്പൂർ സ്വദേശികളായ റിട്ടയർഡ് സ്കൂൾ അധ്യാപകനും ഭാര്യയും 2 മക്കളുമാണ് കൊല്ലപ്പെട്ടത്. കവർച്ചാ ശ്രമമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ വിശദീകരണം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ബംഗ്ലാദേശിൽ ഹിന്ദു കുടുംബമാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് എന്നാണ് പോലീസ് നൽകുന്ന വ്യക്തത? സുരേഷ്, ബംഗ്ലാദേശിലെ റായ്പൂരിലെ ദാസ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു ഹിന്ദു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. റിട്ടയർഡ് അധ്യാപകനും ഭാര്യയും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരെക്കുറിച്ച് കഴിഞ്ഞ 3 ദിവസമായി വിവരങ്ങളൊന്നുമില്ലാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് വന്ന് വീടിൻ്റെ പ്രധാന പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയത്. പൂട്ട് വെളിയിൽ നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. മൃതദേഹത്തിന് കൂടുതൽ ദിവസം പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അലമാരയിലിരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്യപ്പെട്ടതായും പറയപ്പെടുന്നു. മോഷണ ശ്രമമാണോ ഇതെന്നുള്ളത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് CID ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ അടുത്തിടെ നടക്കുന്ന, ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന വേട്ടയാടൽ അത് വളരെ കാര്യമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു സംഭവം എന്നുള്ളതും പോലീസ് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ അത്തരം ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നിരന്തരം ഹിന്ദു കുടുംബങ്ങളും അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവരും ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നു. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഭരണകൂടത്തിൻ്റെ പരാജയമെന്നാണ് കൃത്യമായി ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത്. സുരേഷ്, ശരി, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.